നമ്മുടെ അജിത് കുമാർ AK പുള്ളിയുടെ ഗുഡ് ബാഡ് ഉഗ്ലി എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റ് ഒന്നും വന്നില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്താണെങ്കിൽ ഫാൻസ് മോസ്റ്റ് വെയിറ്റിംഗ് ആയിരുന്നു ഈ പടത്തിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് വരുന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഇന്നലെ ഇതിൻ്റെ ടീസർ ഒന്ന് പുറത്തായിരുന്നു. അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളും അറിവൊക്കെ നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നേരെ ആ ഒരു ടീസർ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, തുടക്കമേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാൻ ബോയ് സംഭവമാണ് ആദിക് രവിചന്ദ്രൻ എന്ന് പറഞ്ഞ ഡയറക്ടർ ഒരുക്കി വച്ചിരിക്കുന്നത്. GV പ്രകാശ് കുമാറിൻ്റെ മ്യൂസിക് കോമ്പോസിഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ടീസറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ക മാസ് ആക്ഷൻ എലമെൻ്റ് ഉള്ള ഒരു ടീസർ. പടം എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളുത്തും. മനഃപൂർവ്വം ഒരു സ്പ്രെഡ് നെഗറ്റിവിറ്റി വന്നില്ലെങ്കിൽ ഈ സിനിമ കൊളുത്തുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഒരു ഗാങ്സ്റ്റേഴ്സ് ഡോണ് സംബന്ധപ്പെട്ട ഒരു പക്ക ആക്ഷൻ ഗാങ്സ്റ്റർ പടമായിരിക്കും ഈ ഒരു സിനിമ. ഈ ടീസർ പ്രതീക്ഷയിലപ്പുറത്തെ ഒരു വൈബാണ് തന്നേക്കുന്നത്. ഗംഭീര ഒരു സ്വാഗും ആറ്റിറ്റ്യൂഡും കൊണ്ട് അജിത്ത് അങ്ങ് പൂണ്ട് വിളയാടണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ആ രീതിക്കാണ് ആദിക് രവിചന്ദ്രൻ എന്ന് പറഞ്ഞ ഡയറക്ടർ മാർക്ക് ആൻ്റണി, പിന്നെ അൻപനവൻ അശ്രദ്ധ അടങ്ങാതവൻ എന്ന് പറഞ്ഞ സിംബോളിച്ച സിനിമയൊക്കെ എടുത്ത ആളാണ് ഈ ഒരു ആദിക് രവിചന്ദ്രൻ. പക്ക ഫാൻ ബോയ് സംഭവം ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ട് നോക്കി കാണേണ്ട ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ അജിത് കുമാറിൻ്റെ ചില ഡയലോഗ് ഡെലിവറിയും സ്വാഗും ഒക്കെയാണ്. കുറച്ച് മോട്ടിവേഷൻ കലർന്നുള്ള ഒരു ഡയലോഗ് ഡെലിവറി, അത് ഫാൻസിന് വേണ്ടിയും ഓഡിയൻസിന് വേണ്ടിയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഈ എലമെൻറ്റിലൊന്നും ധാരാളമാണ്. പിന്നെ ഗൺ ഷോട്ടും കാര്യങ്ങളൊക്കെ, അജിത്തിൻ്റെ ഗൺ ഷോട്ട് പലയിടങ്ങളിലൊക്കെ വരുന്ന ചില ബാക്ക് ഷോട്ടും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന നേരത്ത് പക്ക ഒരു ഗൺ ഷോട്ട് പരിപാടി എന്തായാലും കാണാൻ വേണ്ടി പറ്റും. പിന്നെ അജിത്തിൻ്റെ ഒരു മോസ്റ്റ് ക്രൈസ് എലമെൻറ്റ് റേസിങ്ങിന് ഉള്ള ഒരു 2-3 ഇടങ്ങളിലൊക്കെ റേസിങ് പക്കയായിട്ട് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കൂട്ടിക്കലർത്തി വരാൻ നേരത്തും ഫാൻ ബോയ് സംഭവം തന്നെ പറയാൻ വേണ്ടി പറ്റും. പിന്നെ അജിത് കുമാറിൻ്റെ AK എന്ന് പറഞ്ഞ എലമെൻറ്റുകൾ പിന്നെ സിനിമയിലെ എണ്ണങ്ങളും കാര്യങ്ങളൊക്കെ പലയിടത്തും കാണിക്കുന്നുണ്ട്. ടീസറിൽ നമ്മൾ അജിത്തിനെ മാത്രം ഫോക്കസ് ചെയ്താണ് ഈ ഒരു ടീസർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ എവിടെയും ഒരു മെയിൻ തീം വില്ലനെ കാണിച്ചിട്ടില്ല. 1-2 കഥാപാത്രങ്ങളൊക്കെ വന്ന് പോകുന്നുണ്ട്, പക്ഷേ ഒരു മെയിൻ വില്ലൻ ഇന്ന ആളാണെന്നും പിന്നെ നായികയായിട്ട് വന്ന തൃഷയുടെ ഒരു മൈന്യൂട്ട് പ്രസൻസ് പോലും ഇവിടെ എവിടെയും ടീസറിൽ കാണിച്ചിട്ടില്ല. പിന്നെ ഈ ടീസറിന് എനർജി നൽകിയ ഒരു സംഭവമാണ് GV പ്രകാശ് കുമാറിൻ്റെ മ്യൂസിക്. പക്ക ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം കൂടെ വെച്ചങ്ങ് അടിച്ച് വേറെ ലെവലിൽ ചോദിച്ചിരിക്കുന്നത് GV പ്രകാശ് കുമാർ. പിന്നെ വിടാമുയർച്ചി എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയുടെ ഒരു വൻ വിജയവും കാര്യങ്ങളൊക്കെ നിൽക്കാൻ നേരത്ത് തന്നെയാണ് ഈ ഒരു ടീസർ ഇപ്പോൾ വന്നിരിക്കുന്നത്. അജിത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കരിയർ ഓവറായെന്നും ഇനി സിനിമയിലേക്ക് ഇല്ല എന്നൊക്കെ ഉള്ള കുറേ റൂമറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ വിടാമുയർച്ചയുടെ ഈ ലെവൽ നിൽക്കാൻ നേരത്തും ഇപ്പോൾ വന്നിരിക്കുന്ന ഗുഡ് ബാഡ് ഉഗ്ലിയുടെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ഈ ഫീൽഡ് വിടണ്ട എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മെയിനായിട്ടും ഒരു കാര്യം കൂടെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് പറയാൻ വേണ്ടിയുണ്ട്. അതായത് ദളപതി എന്ന് പറഞ്ഞ നമ്മളെ വിജയ് ഇനിയിപ്പോൾ ഈ ഒരു 69 സിനിമയോട് കൂടി ഒരു ബ്രേക്ക് എടുക്കുകയാണ്. ആ സ്ഥാനത്തേക്ക് ഇനി നിൽക്കാൻ വേണ്ടി പറ്റിയ ഒരു കാലിബറുള്ള ഒരു ഹീറോ ആയിട്ട് എനിക്ക് തോന്നുന്നത് അത് അജിത്തിനാണ് തോന്നുന്നത് എനിക്ക്. കാരണം വിടാമുയർച്ച കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഗും ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നമുക്ക് വിടാമുയർച്ച കണ്ടത് അത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ദളപതിയുടെ ഒരു സ്പേസ് കവർ ചെയ്യാൻ വേണ്ടി അജിത്ത് ഒരു ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വിജയ്ക്ക് ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ബെറ്റർ ഹീറോയാണ് അജിത് കുമാർ, അതിന് ഒരു സംശയവും പറയാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഈ ഒരു ടീസറിൽ മെയിനായിട്ട് നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അജിത്തിൻ്റെ പോയ സിനിമകളുടെ കുറേ എലമെൻറ്റ് ഫാക്ടറുകൾ അത് അന്നത്തെ അതേപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബില്ല, അസലി, വേതാളം, ഈ 3 കഥാപാത്രങ്ങളെയാണ് ഈ സിനിമയിലെ റോളുകളുടെ ഒരു റീക്രിയേഷൻ കണക്ക് വന്നതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഈ ഒരു ഷോട്ടിൽ കാണുന്ന ഈ ഒരു ബില്ല സിനിമയുടെ റെഫറൻസാണ്. അന്നത്തെ പോലത്തെ എങ്ങനെയാണോ അതേ ലെവൽ തന്നെ ചെയ്തു വെച്ചേക്കുന്നത്. പൊതുവേ നമുക്കറിയാം അജിത്തിൻ്റെ ഒരു നരച്ച ഒരു ഹെയറും കാര്യങ്ങളൊക്കെയാണ്. ഇത് ബ്ലാക്ക് അടിച്ചു വന്നത് ഈ ലെവൽ നിൽക്കുന്ന നേരത്ത് ബില്ല എന്ന് പറഞ്ഞ ഫസ്റ്റ് പാർട്ടിൽ എങ്ങനെ കണ്ടോ അതേപോലെ തന്നെ. മറ്റു നോക്കിക്കഴിഞ്ഞാൽ അസൽ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ഗെറ്റപ്പണൊക്കെ എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് തോന്നി. അസൽ സിനിമയിൽ ആ ഒരു അതേ ക്രിയേഷൻ ഒരു സംഭവങ്ങളും അതേ മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ. പിന്നെ വേതാളം എന്ന് പറഞ്ഞ സിനിമയിലെ ആ അതേ ഒരു ക്യാരക്ടറിൻ്റെ മറ്റൊരു വെർഷൻ, എന്നാലും ഏകദേശം അതേപോലെ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. അതേ കണക്കത്തെ ഒരു മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ കാണുന്ന കഥാപാത്രത്തിന് നമ്മൾ വേതാള സിനിമയിൽ ആ ഒരു കഥാപാത്രം നോക്കിക്കഴിഞ്ഞാൽ
വേതാള സിനിമയിൽ ആ ഒരു കഥാപാത്രത്തിന് ഒരു എൻ്റർടൈൻമെൻറ്റ് ഫണ്ണിനെ കാട്ടി ഒരു 2.0 വെർഷനായിട്ട് എനിക്ക് തോന്നിപ്പോയി. വേറെ ലെവൽ സാധനം. ഈ കഥാപാത്രം കൊളുത്തും തിയേറ്ററിൽ ഉറപ്പാണ്. മാരകമായൊരു സംഭവം ചോദിച്ചിരിക്കുകയാണ്. അത് ഈ ഫാൻസിന് ട്രീറ്റാണ്. ഫാൻസിന് എന്തുകൊണ്ടും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു പക്ക ഫാൻ ബോയ് സംഭവം. ഇത്രയും കാര്യങ്ങൾ വന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ബില്ലാൽ ആ ഒരു റെഫറൻസ്. അന്ന് കണ്ട എങ്ങനെയാണോ അതേ കണക്കത്തെ ഒരു വാക്കിംഗ് സ്റ്റൈല്, ആറ്റിറ്റ്യൂഡ് എല്ലാം കൊണ്ടും ബില്ല എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു വീണ്ടും ഒരു റീക്രിയേഷൻ പക്കയായിട്ട് തന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന ആദിത്യ രവിചന്ദ്രൻ. അത്രേ പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ ഓവറോൾ ടീസറിനെ പറ്റി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അജിത്തിൻ്റെ ഒരു പൂണ്ട് വിളയാട്ടം, ഫാൻ ബോയ് സംഭവം, ആദിത്യ രവിചന്ദ്രൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജി പ്രകാശ് കുമാർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ സ്വാഭാവികമായിട്ടൊരു സിനിമേനെ ഹെയ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർ എന്തായിരുന്നാലും വരും. ഫാൻ ഫൈറ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ വരും. അതൊന്നും ഈ സിനിമേനെ ബാധിച്ചില്ലെങ്കിൽ ഈ സിനിമ ഒരു പക്ക സംഭവമായിരിക്കും. വേറെ ലെവലിപ്പം. കാരണം അജിത്ത് തൻ്റെ സിനിമയുടെ കോണ്ടൻറ്റുകളൊക്കെ മാറ്റി ഇന്ന് വേറെ ലെവലിലേക്ക് വന്നിരിക്കുന്ന ഒരു ആക്ടറാണ് അജിത്ത്. അത്ര എനിക്ക് പറയാൻ വേണ്ടിയുള്ളൂ. ഗംഭീരമായ ഒരു ടീസറിന് ഇറക്കി വിട്ടേക്കുന്ന മാസ്, ആക്ഷൻ, പഞ്ച്, പിന്നെ കുറച്ച് മോട്ടിവേഷൻ പരമായ ഡയലോഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ആക്ഷൻസ് എല്ലാം കൊണ്ടും പക്ക സംഭവം. പ്രതീക്ഷ ഒത്ത ഒരു സിനിമ. വിടാമുയർച്ചയ്ക്ക് ശേഷം അജിത്തിൻ്റെ ഒരു ബെറ്റർ നെക്സ്റ്റ് ഹിറ്റായിരിക്കും ഈ ഒരു പടം. ഇത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ടീസറിനെ പറ്റി ഒരു പ്രതീക്ഷയുണ്ട്. തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായ ഒരു അനുഭവവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ സിനിമ. മാർക്ക് ആൻ്റണി എന്ന് പറഞ്ഞ സിനിമയുടെ കുറേ എലമെൻറ്റ് കാണാൻ പറ്റി നമുക്കറിയാം ആദിത്യ രവിചന്ദ്രൻ ഏത് ലെവൽ ഡയറക്ടറാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അതുമാത്രം മതി ഈ സിനിമ കാണാൻ വേണ്ടിയുള്ള ഒരു മുതൽക്കൂട്ടും കാര്യങ്ങളൊക്കെ. ഇത്ര ഉള്ളൂ പറയേണ്ട ടീസറിനെ പറ്റി. അജിത്തിൻ്റെ പൂണ്ട് വിളയാട്ടം, ആദിത്യ രവിചന്ദ്രൻ എന്ന ഫാൻ ബോയ് സംഭവം, ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ പൊളിക്കാം. അത്ര കാര്യമുള്ളൂ. പെർഫെക്റ്റ് ആയ ഒരു ടീസറും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇത്ര ഉള്ളൂ പറയാനായിട്ട്. ഇതാണ് ഈ ഒരു ഗുഡ് ബാഡ് ഉഗ്ലി എന്ന് പറഞ്ഞ ഒരു ടീസറിൻ്റെ സമയത്ത് എനിക്ക് തോന്നിയ ചെറിയ കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് എൻ്റെ ഈ ഒരു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു സിനിമയുടെ വിഷയവും കാര്യങ്ങളും ഇത് പ്രണ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.